ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് ചേരുവകൾ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ നേന്ത്രപ്പഴം ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യിട്ടിട്ടൊന്ന് ചൂടാക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ നേന്ത്രപ്പഴം നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന പാനിൻ്റെ ഏത് പാത്രത്തിലാണോ ഈ പോള ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം എടുക്കാനും. ഞാനിപ്പോൾ ഒരു ചെറിയ സോസ് പാനിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഇതുപോലെ പാനിൽ നിരത്തി വെച്ച് കൊടുക്കുക. ഒരു സൈഡൊന്ന് വാടി വന്നാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡും ഒരുപോലെ വാടി കിട്ടിയാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റി വെക്കാം. ഒരു സൈഡ് ഒന്ന് വാടിയിട്ട് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള പഴത്തിൻ്റെ പീസൊക്കെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും വാടി വന്നാൽ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തതും കുറച്ച് കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കാം. നെയ്യ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ആദ്യം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ തേങ്ങ അരക്കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒരുപാട് ഡ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല. തേങ്ങൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോയിട്ട് ആ നനവൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളൂ. നമുക്ക് കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ പോള ഉണ്ടാക്കുന്നത് ആ സോസ് പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് നന്നായിട്ട് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വാട്ടി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ പീസ് അടിയിൽ ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കാം. ഗ്യാപ്പൊന്നും ഇല്ലാതെ ഇതുപോലെ അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. അടിഭാഗം കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ പഴത്തിൻ്റെ പീസ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിന് മുകളിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെയും മൈദയുടെയും ആ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ആവുന്ന രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഈ ഒരു മിക്സ് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് വെച്ച് കൊടുക്കാം. തേങ്ങാക്കൂട്ട് വെക്കുമ്പോൾ സൈഡ് ഭാഗത്തേക്ക് ഒരുപാട് ആവാത്ത രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. സൈഡിലേക്ക് ഒരുപാട് ആവാതെ പഴം കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ബാക്കിയുള്ള നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ പീസസ് മുഴുവനായിട്ട് ഈ തേങ്ങാക്കൂട്ട് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അധികം ഗ്യാപ്പൊന്നും ഇല്ലാതെ പഴം വെച്ച് കവർ ചെയ്തതിന് ശേഷം നമുക്കതിന് മുകളിലേക്ക് നമ്മൾ ബാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെയും മൈദയുടെയും ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആയിട്ട് അവിടെ ഒന്ന് സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം വെച്ചാൽ മതി. മുകൾ ഭാഗമൊക്കെ ഒന്ന് സെറ്റായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇത് നെയ്യ് തടവിയിട്ടുള്ള പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്തിട്ട് ആ മുകൾ ഭാഗവും കൂടി ഒന്ന് സെറ്റായിട്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം, ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതുപോലെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെറു ചൂടോട് കൂടിയിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഉൾഭാഗമൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.